சொல்லுறடி ஓ பார்வால தூக்குதடி பத்தியமா உன்னை பாத்துக்கிறேன் உனக்காக வாழ்க்கை വാഴുമ്പടി. നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് അവസാനിപ്പിച്ചത് നമ്മുടെ നായിക വിയെ കണ്ട് ഞെട്ടി നിൽക്കുന്നത് വരെയാണ്. അപ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് തുടർന്ന് കാണാം. അപ്പോൾ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം, എൻ്റെ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുമ്പോൾ എല്ലാവരും ഡിസിപ്ലിൻഡ് ആയിരിക്കണം. അങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് എൻ്റെ ക്ലാസ്സിൽ ഇരിക്കണമെന്നില്ല. എന്തോന്നേടി ഇത്? കാത്തു ഒന്നും വേണ്ടിയില്ല. ഓക്കെ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇന്ന് പഠിപ്പിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ടേബിളിലേക്ക് വരേണ്ടതാണ്. ഇത്രയും പറഞ്ഞ് തേ പോകാൻ നേരം നമ്മുടെ നായികയെ ഒന്ന് നോക്കിയിട്ടാണ് പോയത്. നമ്മുടെ നായിക അവന് പിന്നാലെയും പോയി. തേ തിരിഞ്ഞു നോക്കുന്നു. കാത്തു, ഇത് കോളേജാണ്. ഇവിടെ നമ്മൾ കസിൻസ് അല്ല. ഞാൻ ഇവിടുത്തെ പ്രൊഫസറാണ്. സോ കോൾ മീ സർ. ഇത്രയും പറഞ്ഞ് തേ തിരിഞ്ഞു നടന്നു. അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ക്ലാസ്സിലേക്ക് ഓടി. നീ ഇതെവിടെ പോയതാടി? അതൊന്നും ഇല്ലടി, ഞാൻ ഒന്ന് പുറത്തുവരെ പോയതാ. ക്ലാസ് റൂമിൽ യൂങ്കിയും ഹോബി. എടാ യൂങ്കി, നീ ശ്രദ്ധിച്ചായിരുന്ന നമ്മുടെ ആമിയില്ലേ? ഏതാമി? അല്ല, ഇവിടെ എത്ര ആമിയുണ്ട്? അല്ലെങ്കിൽ തന്നെ ഞാൻ ഇത് ആരോടാ ചോദിക്കണം? ഞാൻ നമ്മുടെ ഫ്രണ്ട് ബെഞ്ചിരിക്കുന്ന ആമിയെക്കുറിച്ചാണ് പറഞ്ഞത്. അവക്കിപ്പോൾ എന്താ? അല്ല, അവക്ക് നിന്നെ ചെറിയൊരു നോട്ടുണ്ടോന്നൊരു സംശയം. നിനക്ക് വേറെ പണിയില്ലേ കണ്ട പെമ്പിളാരെ പൈനോട്ട് നടക്കാൻ? നിനക്കങ്ങനെ പറയാം. ആരും പുറകെ നടക്കാനില്ലാത്ത പയ്യന്മാരുടെ ദുഃഖം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഡാ, ഒന്നും മതിയാക്ക്. ഞാൻ ക്യാൻറ്റീനിൽ പോണം, നീ വരണോ? ഓടാ, ഞാനും വരണം. ഇന്ന് നിന്റെ ചെലവേ. ഓ വാ വാ. അതും പറഞ്ഞ് അവർ ക്ലാസ്സിൻ്റെ പുറത്തേക്ക് പോകുന്നു. യൂങ്കി പോകുന്നതും നോക്കി നിൽക്കുന്ന നമ്മുടെ ആമി. അങ്ങനെ ഇന്നത്തെ ദിവസവും തട്ടിയും മുട്ടിയും പോയി. നമ്മുടെ കാത്തു നേരെ വീട്ടിലേക്ക്. അമ്മേ, എന്താ കിടന്ന് ഞാൻ വിളിച്ചു പോന്നേ? എൻ്റെ കോളേജിലെ പ്രൊഫസറാണെന്ന് ആരും അമ്മ എന്താ എന്നോട് പറയാത്തത്? ഓ, അത് പിന്നെ നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെന്ന് കരുതി. സർപ്രൈസോ? ഇതിലും ഭേദം എന്നെ തൂക്കിക്കൊന്നുകൂടായിരുന്നോ? ഇനി ആ കോളേജിലേക്ക് ഞാൻ പോവില്ല. അതെന്താ മോളെ നീ പോവാത്തത്? ഇതാണ് നമ്മുടെ കാത്തുവിൻ്റെ അച്ഛൻ. അച്ഛൻ ഒരാഴ്ചയായിട്ട് ബിസിനസ് ട്രിപ്പിലായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അതാണ് നിങ്ങൾക്ക് പരിചയമില്ലാത്തത്. അച്ഛൻ വന്നോ? ഇന്നലെ വരുമെന്നാണല്ലോ പറഞ്ഞത്. പിന്നെന്താ വരാത്തത്? ഓ, നിങ്ങൾ വന്നോ? അത് പിന്നെ മോളെ കുറച്ച് പേപ്പർ കൂടി ശരിയാക്കേണ്ടി വന്നു. അതാ ലേറ്റായത്. അല്ല, നീ കോളേജിൽ പോണില്ല എന്നൊക്കെ പറയുന്നു. എന്തു പറ്റി? അതിപ്പോൾ വെച്ചാൽ തേയാണിപ്പോൾ എൻ്റെ പ്രൊഫസർ. എനിക്ക് അവൻ്റെ ക്ലാസ്സിൽ ഇരിക്കാൻ വയ്യ. അല്ല, മോക്ക് താല്പര്യമില്ലെങ്കിൽ. അമ്മ അച്ഛനെ ഒരു നോട്ടം. ഇല്ലെങ്കിൽ നിങ്ങൾ പോണ്ടെന്ന് പറയോ? നിങ്ങൾ ഒറ്റ ഒരാളാണ് ഇവിടെ ഇങ്ങനെ വഷളാക്കുന്നത്. നീ കോളേജിൽ അങ്ങോട്ട് പോയാൽ മതി. എൻ്റെ മോളം കോളേജിൽ പൊക്കോ. അച്ഛാ, ഇല്ല മോളെ, ഇനി അച്ഛൻ്റെ പൈസ ഇല്ല. അച്ഛനും കൂടി. അയ്യോ, ഒരു മിനിറ്റേ, എനിക്ക് ഒരു കോൾ വരുന്നു. ആ കണ്ടല്ലോ, അച്ഛനും കൈ കഴിഞ്ഞു. ഇനി എൻ്റെ പൊന്നുമൊക്കെ കോളേജിൽ പോകാമല്ലേ? ഇത് കേട്ടതും കാത്തു നേരെ റൂമിലേക്ക്. അങ്ങനെ നമ്മുടെ കാത്തു ഇതെല്ലാം ആലോചിച്ച് കിടക്കുകയായിരുന്നു. ഈശ്വര, ഇന്ന് ആരെയാണോ എന്തോ കണി കണ്ടത്. ഹലോ, എന്തടി? എടി, നിനക്കൊന്ന് എന്ത് പറ്റിയടി? വൈകിട്ട് മൂഡ് ഔട്ടായിരുന്നല്ലോ. ഓ, അത് വേറൊന്നുമില്ലടി. ഞാൻ നിന്നോട് പറയാറില്ലേ ഒരു കസിനെ കുറിച്ച്? ഓ, നിന്റെ ശത്രു. ഓ, അത് തന്നെ. ഓ, അവനെന്ത് പറ്റി? എടി ആമി, അത് വേറെ ആരും അല്ലടി. ഇന്ന് രാവിലെ ഒരു മാത്സ് പ്രൊഫസറിനെ കെട്ടിയെടുത്തില്ലേ, അത് അവനാടി. ഞെട്ടിയില്ലേ? ഇതായിരുന്നു എന്റെ അവസ്ഥ. എടി ആമി, നീ ക്ലാസ്സിൽ വെച്ച് മൂഡ് ഔട്ട് ആയപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇത് വല്ലാത്ത ചതിയായി പോയല്ലോടി. എന്ത് ചെയ്യാനാടി, ഓരോരോ മാരണങ്ങളെ. കാത്തു, നീ ഒന്നിങ്ങ് താഴേക്ക് വന്നേ. എടി, ഞാൻ അങ്ങോട്ട് വിളിക്കാമേ. ആ, എന്നാ ശരിയടി, നടക്കട്ടെ. എന്തമ്മ? നീ ഒന്നിങ്ങ് ഇറങ്ങി വാ. അങ്ങനെ നമ്മുടെ കാത്തു താഴേക്ക് ഇറങ്ങി വന്നതും, നീ എന്നാ ഒന്ന് സഹായിച്ചേ മോളെ. സഹായിക്കാനോ? ഞാനോ? ഓ, നീ തന്നെ, അല്ലാതെ പിന്നെ ആരാ? സ്പെഷ്യലായിട്ട് എന്തോന്ന് സഹായിക്കാൻ? അമ്മ എന്നും ചെയ്യും പോലെ തന്നെ ചെയ്താ പോരെ? ഓ, അത് പിന്നെ വേറെ ഒന്നും അല്ലടി. വിയും അമ്മായി ഇങ്ങോട്ട് ഡിന്നറിന് വരുന്നുണ്ട്. എന്താ? ആ തേയാ? ഓ, അതുകൊണ്ടല്ലേ നിന്നോടും കൂട്ടി ഒന്ന് സഹായിക്കാൻ പറഞ്ഞേ.
എനിക്കൊന്നും പറ്റില്ല. പറ്റില്ലെന്നാ? വരുന്നത് നിന്റെ അമ്മായിയല്ലേ, പുറത്തൊന്നും വേറെ ആരുമല്ലല്ലോ. ഓ ശരി, സഹായിച്ചോളാം. അങ്ങനെ അമ്മയും കാത്തുവും ഡിന്നറിനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങി. ഇപ്പോൾ സമയം 7:30. അമ്മ പോയി കതക് തുറക്കുന്നു. ആ ദേവി, എത്ര നാളായിടി നിന്നെ കണ്ടിട്ട്? ആ, നീ വന്നോ? വന്ന കാര്യം നിൽക്കാതെ അകത്തേക്ക് കയറ്. നീ വല്ലാണ്ടങ്ങ് ക്ഷീണിച്ചല്ലോടി. ഓ, അത്രയ്ക്കൊന്നും ക്ഷീണിച്ചിട്ടില്ല. അല്ല, നമ്മുടെ കാത്തു എവിടെ? അമ്മായി. ആ മോളെ, എത്ര നാളായിടി നിന്നെ കണ്ടിട്ട്? പഠിത്തമൊക്കെ എങ്ങനെ പോണ്? കുഴപ്പമില്ല അമ്മായി. അമ്മായിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും കാത്തുവിന്റെ നോട്ടം മുഴുവനും വാതിൽക്കലാണ്. മോളെ, നീ ചെന്ന് അച്ഛനെ വിളിച്ചോണ്ട് വാ. ഓ ഭാഗ്യം, തേ എന്തായാലും വന്നില്ല. ഞാനിവിടെ ഉള്ളതുകൊണ്ടായിരിക്കും അവൻ ചിലപ്പോൾ വരാത്തത്. ആ, എന്തായാലും എനിക്ക് സന്തോഷമായി. അല്ല രാജി, നമ്മുടെ വി എവിടെ? അവൻ വരില്ലേ? അവൻ അവൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലും കൂടെ കയറിയിട്ടേ വരുള്ളൂ. ഇപ്പം എത്തും. കാത്തു അച്ഛനെയും കൂട്ടി താഴേക്ക് വരുന്നു. എന്താ രാജി, സുഖമല്ലേ? വിശ്വനാഥൻ നാട്ടിലേക്കൊന്നും വരില്ലേ? ഇപ്പൊ കുറച്ച് തിരക്കിലാണ്, ഉടനെ വരും എന്തായാലും. മോളെ, ആരാണെന്ന് ചെന്ന് നോക്കിയേ. ആ, ഞാൻ നോക്കാം അമ്മ. ആരാ മോളെ? അവൾ ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നു. ആ മോനെ, നീ വന്നോ? നിന്നെ കത്താ ഞങ്ങളിവിടെ ഇരുന്നേ. അത് പിന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിരുന്നു അമ്മായി. ആ, എന്നാൽ പിന്നെ മോൻ ഇരിക്ക്, ഞാൻ എല്ലാവർക്കും കഴിക്കാൻ എടുക്കാം. എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം. ഇപ്പോൾ മോൻ ജോലിയൊക്കെ ആയല്ലോ, കല്യാണമൊന്നും വേണ്ടേ? ഇല്ല അമ്മായി, ഇപ്പോൾ ഒന്നും വേണ്ട. അതെന്താടാ, നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? ഇപ്പോഴത്തെ പിള്ളേരല്ലേ, ഒന്നും പറയാൻ പറ്റില്ല. വി പതിയെ നമ്മുടെ നായികയെ നോക്കുന്നു. ഇതേ സമയം നായികയും വിയെ നോക്കുന്നു. പെട്ടെന്ന് ഇരുവരും മുഖം തിരിച്ചു. ഇതേ സമയം നമ്മുടെ ആമി യൂങ്കിയെ വിളിക്കാനായി ശ്രമിക്കുന്നു. അവനെ വിളിക്കണോ? വേണ്ട, അല്ലെങ്കിൽ വിളിച്ചേക്കാം. ഇതേത് പരിചയമില്ലാത്ത നമ്പർ? ആ, എന്തായാലും എടുത്തേക്കാം. ഹലോ, ആരാ? ഞാൻ ആമിയാ. നീ എന്തിനാ എന്നെ വിളിച്ചത്? അത് പിന്നെ ഒന്ന് വിളിക്കണമെന്ന് തോന്നി. ചുമ്മാ വിളിക്കണെന്താ, നിനക്ക് വട്ടാ? നിനക്കെങ്ങനെ നമ്പർ കിട്ടി? അത് പിന്നെ എനിക്ക് ഹോബി തന്നതാ. അതൊക്കെ പോട്ട്, നീ എന്തിനാ എന്നെ വിളിച്ചത്? അത് പിന്നെ ഇന്നലെ പഠിപ്പിച്ച നോട്ട് നിന്നേലുണ്ടോ? ഏത് നോട്ട്? മാത്സ് നോട്ട്. എൻ്റെ കയ്യിലൊന്നുമില്ല എന്നും പറഞ്ഞ് യൂങ്കി കോൾ കട്ട് ചെയ്തു. ഹലോ യൂങ്കി. ഓ, ഫോൺ കട്ട് ചെയ്തോ? ഇതെന്തൊരു സാധനമാണ്? അയ്യോ, നമ്മുടെ നായികനും ഇപ്പൊ ഏതവസ്ഥയിലാണോ എന്തോ. നമുക്കെന്നാ കാത്തുവിന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വന്നാലോ? ഇപ്പൊ നമ്മുടെ നായിക ഫുഡൊക്കെ കഴിച്ച് അവളുടെ റൂമിലിരിക്കുകയാണ്. മോനെന്താ ഇവിടെ നിൽക്കുന്നേ? അതമ്മായി, എനിക്ക് അർജന്റായിട്ടൊരു കോൾ ചെയ്യണമായിരുന്നു. എൻ്റെ ഫോണിന്റെ ബാറ്ററി ഡൗൺ ആയിപ്പോയി. എനിക്ക് ചാർജർ ഒന്ന് തരുമോ? അതിനെന്താ മോനെ, ഇതെടുത്തോ. ഇത് കണക്റ്റ് ആവുന്നില്ലല്ലോ. അയ്യോ, ആണോ? എങ്കിൽ മോനൊരു കാര്യം ചെയ്യ്, കാത്തുവിൻ്റെ മുറിയിൽ ചാർജറുണ്ട്, അതൊന്ന് ചെന്ന് നോക്കിയേ. ആ, ശരി അമ്മായി. അങ്ങനെ നമ്മുടെ വി കാത്തുവിന്റെ മുറിയിലേക്ക് പോകുന്നു. വി ഡോറ് തുറന്ന് അകത്തേക്ക് കയറിയതും റൂം ആകെ അലങ്കോലമായി കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇതെന്ത് കോലാണ്? ഇവർക്കിതൊന്ന് ക്ലീൻ ആക്കിയിട്ടൂടെ? ഇതിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ ചാർജർ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ കാത്തു വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നു. അല്ല, താനെന്താ ഇവിടെ? വി തിരിഞ്ഞു നോക്കുന്നു. അപ്പോൾ ആർമീസ്, നമ്മുടെ സെക്കൻഡ് എപ്പിസോഡും ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഫസ്റ്റ് എപ്പിസോഡിനേക്കാളും ഈ എപ്പിസോഡ് കുറച്ചുകൂടി നന്നാക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ ഓരോ ലൈക്കും ഞങ്ങൾക്ക് സപ്പോർട്ടിംഗ് ആണ്.
അപ്പോൾ ആർമീസ് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സാരംഗി ആർമീസ്.